ദൈവപ്രസാദം, അതിനെക്കുറിച്ച് ഇന്ന് നമുക്ക് ധ്യാനിക്കാം. ദൈവപ്രസാദവും വിടുതലും അല്ലെങ്കിൽ സ്വാതന്ത്ര്യവും. വാക്യം ഇതാണ്, 19 വാക്യം തന്നെ നമ്മൾ വായിച്ചു. അതിങ്ങനെയാണ്: ദൈവം എന്നിൽ പ്രസാദിച്ചിരുന്നത് കൊണ്ട് എന്നെ വിടുവിച്ചു. ഞാൻ പ്രാർത്ഥിച്ചത് കൊണ്ട് മാത്രമല്ല, ദൈവം പ്രസാദിച്ചത് കൊണ്ടുകൂടിയാണ്. ദൈവപ്രസാദം അതിനൊത്തിരി ഒത്തിരി ഒത്തിരി കാര്യങ്ങളുണ്ട്, ഒത്തിരി ഒത്തിരി ഘടകങ്ങളുണ്ട്. ഇപ്പോൾ ഒരു തീവണ്ടി നമ്മുടെ നാട്ടിലൂടെ പോകുമ്പോൾ, ഞങ്ങളുടെ ഈ പരിസരത്തൂടെ ട്രെയിൻ പോകുന്നുണ്ട്. അതിനെ തടഞ്ഞു നിർത്താൻ ഒരു ചുവന്ന കൊടി മതി. പക്ഷേ അത് കാണിക്കേണ്ടവൻ കാണിക്കണം, അതിൻ്റെ പിന്നിൽ ഉത്തരവാദിത്വം ഉണ്ടായിരിക്കണം. എന്തിനാ കാണിച്ചതെന്ന്. റെയിൽവേയുടെ ഹെഡ് ഓഫീസ് വരെ ഇതിന് ഉത്തരം പറയണം, എന്തിനാ തടഞ്ഞു നിർത്തിയെന്ന്. ഇതുപോലെയാണ് പ്രാർത്ഥനയുടെ മറുപടി. ദാവീദ് നിലവിളിച്ചു, ദൈവം വന്നു എന്നൊക്കെ പറഞ്ഞാൽ അതിന് മുകളിലത്തെ സിസ്റ്റം കണ്ടായിരുന്നോ? വർക്ക് ചെയ്യുന്നത് എന്തൊക്കെയാണ്? ഭൂമി ഞെട്ടി വിറച്ചു. എന്നാ കാര്യം? ദൈവം ഇമ്മീഡിയറ്റ് ആക്ഷൻ എടുക്കുക. ദൈവം ഇമ്മീഡിയറ്റ് ആക്ഷൻ എടുക്കുന്നു. ഭൂമി ഞെട്ടി വിറച്ചു. സൃഷ്ടാവ് വരികില്ലേ? മലകളുടെ അടിസ്ഥാനങ്ങൾ ഇളകി. പണ്ട് സിനായ് പർവ്വതത്തിൽ ദൈവം ഇറങ്ങിയപ്പോൾ ഉണ്ടായില്ലേ? അതുപോലെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ സംഭവിച്ചു എന്ന് പറയുമ്പോൾ അതിൻ്റെ കാര്യം എന്നാന്നും കൂടി അറിയണ്ടേ? ഈ നിലവിളിച്ചവനിൽ ദൈവം പ്രസാദിച്ചു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥിക്കണം എന്ന് 10,000 പ്രാവശ്യം പറഞ്ഞ ഈ ഞാൻ ഇപ്പോൾ നിങ്ങളോട് പറയുവാണ്, ദൈവത്തെ പ്രസാദിപ്പിക്കണം, എന്നിട്ട് പ്രാർത്ഥിക്കണം. നിന്റെ ജീവിതം ദൈവത്തിന് പ്രസാദമായിരിക്കണം. എന്ന് പറഞ്ഞാൽ, ഭാര്യയെ ചതിക്കുകയും അപമാനിക്കുകയും ചെയ്ത ഒരു മനുഷ്യൻ എത്ര ഉറക്കെ പ്രാർത്ഥിച്ചാലും ദൈവം കേൾക്കുകയില്ലെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അമ്മായിയമ്മയെ കണ്ണുനീര് കുടിപ്പിക്കുന്ന ഒരു മകള് ഏതെല്ലാം ഉപവാസത്തിന് പോയാലും കൈയടിച്ചാലും തൽക്കാലമൊക്കെ വെച്ച് വിജയം കിട്ടുമെന്നേ ഉള്ളൂ, ദൈവം പ്രസാദിക്കത്തില്ല. മരുമകളെ വേട്ടയാടുന്ന, മരുമകളെ മകളെ പോലെ കാണാത്ത, കരുണ കാണിക്കണ്ടേ? വല്ല വീട്ടിൽ നിന്ന് വന്ന പെങ്കൊച്ചല്ലേ, അതിനോടൊരു കരുണ കാണിക്കണ്ടേ? എന്താ ഈ പറയുന്നത്? എനിക്ക് ഒത്തിരി കഥകൾ അറിയാവുന്നതുകൊണ്ടായി പറയുന്നത്. ഒരമ്മ മകനോട് പറയുക, നിന്റെ സ്ഥാനത്ത് നിന്റെ അപ്പനായിരുന്നേ ഇവളെ അടിച്ച് താഴെ ഇട്ടേനെ എന്ന് പറഞ്ഞാൽ, ഈ തള്ളയുടെ കെട്ടിയാണ് ഈ തള്ളയെ അടിച്ചിട്ടുണ്ട്, അതുപോലെ ഈ തള്ളയുടെ മോൻ ഈ മരുമകളെ അടിക്കണമെന്നാണ് ഈ അമ്മ പറഞ്ഞു വരുന്നതിൻ്റെ അർത്ഥം. ഞാനിങ്ങനെയൊക്കെ പറഞ്ഞ് ക്ഷമിക്കണം കേട്ടോ. അമ്മച്ചിമാരോടൊക്കെ ഒത്തിരി ഇഷ്ടമാണ്. പക്ഷെ ഈ കുടുംബങ്ങളിലെ ഈ പുക കാണുമ്പോഴേ, ഈ ദുർഗന്ധം കേൾക്കുമ്പോഴേ വിഷമം കൊണ്ട് പറയുക. നമ്മുടെ വിഷയം, എന്നിൽ പ്രസാദിച്ചിരുന്നത് കൊണ്ട് എന്നെ വിടുവിച്ചു. എന്തേ വിടുതലില്ലാത്ത? എത്ര കാലമായി നരകം വീട്ടിലുണ്ടാക്കിയിരിക്കുന്ന മഹതികളെ എനിക്കറിയാം, മഹാന്മാരെ അറിയാം. അവർക്കതൊരു സുഖമാണ്. അവരാ നരകത്തിൻ്റെ അകത്ത് കുറ്റിയിട്ടിരിക്കുക, അത് മാറ്റാനേ താല്പര്യപ്പെടുന്നില്ല. പിന്നെ ഈ മുൻകാലത്ത് കിട്ടിയ സാധനങ്ങളും കാണും അവിടെ ഉണ്ടല്ലോ. ഈ പൂർവീകർ തന്ന കിണ്ടി, കിണ്ണം, പെട്ടി, കുട്ടകം എന്നൊക്കെ പറയുന്ന പോലെ പൂർവീകമായി കിട്ടിയ കുറച്ച് ശാപങ്ങൾ കിടക്കുന്ന വീടുകളുണ്ട്. ചെന്ന് കണ്ടാൽ നമുക്ക് മനസ്സിലാവും, ഇവിടെ പ്രാർത്ഥിച്ചിട്ടൊന്നും കാര്യമൊന്നുമില്ല. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ദൈവം നിന്നിൽ പ്രസാദിക്കുവാൻ തക്കവണ്ണം നിൻ്റെ ജീവിതത്തെ ക്രമപ്പെടുത്തുക. നിൻ്റെ പ്രാർത്ഥനയുടെ മുമ്പിൽ സ്വർഗം ഇറങ്ങി വരും. ഗാഡ് ബ്ലെസ് യു.